പ്രഭാതഭേരി. മധ്യവേനൽ അവധിക്കാലമായതോടെ ഇടുക്കി, മൂന്നാർ, വാഗമൺ പോലുള്ള ഹൈറേഞ്ച് പ്രദേശങ്ങളിലേക്ക് വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യുന്ന അപകടങ്ങൾ കൂടുതൽ ജാഗ്രത ആവശ്യമാണ് എന്നത് വ്യക്തമാക്കുന്നു. ഇടുക്കിയിൽ ജീപ്പ് മറിഞ്ഞുണ്ടായ അപകടവും വനമേഖലകളിൽ പാമ്പുകളുടെ സാന്നിധ്യവും മാട്ടുപ്പെട്ടി റോഡിൽ വന്യമൃഗങ്ങൾ വാഹനങ്ങൾ തടയുന്ന സംഭവങ്ങളും യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നവർക്കുള്ള മുന്നറിയിപ്പുകളാണ്. യാത്രകൾ ചെയ്യാൻ ഒരുങ്ങുന്നവർ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കുകയും സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. സുരക്ഷിതവും സുഖകരവുമായ ഹൈറേഞ്ച് യാത്ര എങ്ങനെ സാധ്യമാക്കാം? വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു വിഭാഗമാണ് നമ്മുടെ ഈ പശ്ചിമഘട്ടം. ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിൽ നിന്നും വിരമിച്ച സീനിയർ സയന്റിസ്റ്റ് ജി ശങ്കർ നമ്മുടെ മൺസൂണിനെ വളരെയധികം നിയന്ത്രിക്കുന്ന ഒരു വിഭാഗമാണ്. സംസ്ഥാനത്തെ മറ്റ് ഭൂവിഭാഗങ്ങൾ, അതായത് ഇടനാട് തീരപ്രദേശങ്ങളിൽ നോക്കുകയാണെങ്കിൽ ധാരാളം നിബിഡ വനങ്ങളുള്ളതും തോട്ടങ്ങൾ ധാരാളമായിട്ട് ഉള്ളതും ഈ ഭൂവിഭാഗത്ത് തന്നെയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് തട്ടായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചെങ്കുത്തായ മലനിരകൾ തന്നെയാണ് ഈ പശ്ചിമഘട്ട പ്രദേശങ്ങൾ. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം അപകടങ്ങളും നമ്മൾ അതുകൊണ്ട് ക്ഷണിച്ചു വരും. നമ്മുടെ ഒരു പ്രദേശത്തെ നമ്മുടേതായിട്ടുള്ള കൃഷിക്കും മറ്റ് ആവശ്യത്തിനും വേണ്ടിയിട്ട് മാറ്റുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, പാരിസ്ഥിതികപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അതിൽ ഉണ്ടായി. ഉരുൾപൊട്ടലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ 2018 മഴയ്ക്ക് ശേഷമാണ് ഇതിൻ്റെ ആധിക്യം കൂടി വരുന്നത്. ഇപ്പം ഏതാണ്ട് മിക്കവാറും ചെറുതും വലുതുമായ ഒട്ടേറെ ഉരുൾപൊട്ടലുകൾ നമ്മുടെ ഈ പശ്ചിമഘട്ട പ്രദേശത്ത് ഉണ്ടാകും. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പ്രകൃതിയാ തന്നുള്ള നീരൊഴുക്കിനെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, അഗ്രികൾച്ചർ അല്ലെങ്കിൽ കാർഷികമായിട്ടും അല്ലാതെയുമായിട്ടുള്ള ഇടപെടലുകൾ കാരണമാണ് ധാരാളം ഇതുണ്ടാകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഉള്ള ഇത്തരം ഭൂപ്രദേശങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അതിൽ എന്ത് കൃഷി ചെയ്യണം അതൊക്കെ വിദഗ്ധാഭിപ്രായം ചോദിച്ചിട്ട് മാത്രമേ നാം ചെയ്യാവൂ. അതുപോലെ തന്നെ മഴക്കാലത്ത് ഈ ചെങ്കുത്തായ പ്രദേശങ്ങളിൽ, ധാരാളം മേൽമണ്ണുള്ള പ്രദേശങ്ങളിൽ നാം വെള്ളം സംഭരിച്ചു വെക്കുന്നത് തീർച്ചയായിട്ടും നാം അപകടം ക്ഷണിച്ചു വരുത്തുന്നു. അതുപോലെ തന്നെ നാം റോഡ്, വീട് മുതലായ വികസന പ്രവർത്തനങ്ങൾ എന്ന് നാം പറയുന്ന ഈ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള നീർച്ചാലുകളെ കെട്ടിയടയ്ക്കാതെ അതിനെ തുറന്നു വിടുക തന്നെ ചെയ്യണം. ചെറിയ ചെറിയ കാര്യങ്ങൾ നാം മനസ്സിലാക്കി ചെയ്തു പോകുകയാണെങ്കിൽ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. കോതമംഗലം സബ് RTO ഓഫീസ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദീപു NK. ഞാൻ ഏകദേശം 4 വർഷത്തോളം ഇടുക്കി ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് അപകടത്തിൽപ്പെട്ട നിരവധി വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ അപകട കാരണങ്ങൾ ഞാൻ മനസ്സിലാക്കിയതിൽ നിന്നും ഒന്നോ അതിലധികമോ കാരണങ്ങളൊക്കെ ഇതിനുള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഘാട്ട് റോഡുകളിൽ അഥവാ മലമ്പാതകളിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ ഏകദേശം 45ഓളം ഘാട്ട് റോഡുകളാണ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ധാരാളം വളവുകളും തിരിവുകളും ഇറക്കങ്ങളും ഒക്കെ ഉള്ള ഇത്തരം ഘാട്ട് റോഡുകളിൽ ഓടിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിനേക്കാൾ കൂടുതൽ കാര്യക്ഷമതയും ശ്രദ്ധയും നമ്മുടെ ഡ്രൈവിങ്ങിന് ആവശ്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് വളവും തിരിവും കയറ്റവും ഇറക്കവുമുള്ള റോഡുകളിലൊക്കെ മുന്നോട്ട് നമുക്ക് കാണാവുന്ന ദൂരം വളരെ കുറവായിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ സാധാരണയെ കൂടുതൽ ശ്രദ്ധ ചെലുത്തി വാഹനം വേഗത കുറച്ച് വേണം അതിലൂടെ വാഹനം ഓടിക്കാൻ. ഇല്ലെങ്കിൽ ഒരു വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോൾ മുന്നിൽ എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാകാതെ ഒരു അപകടത്തിലേക്ക് എത്തിച്ചേരാനൊക്കെ വളരെയധികം സാധ്യതയുള്ളതാണ്. അതുപോലെ വളവുകളിലെ ഓവർടേക്കിംഗ് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന മറ്റൊരു സംഗതിയാണ്. അതുപോലെ കയറ്റം കയറുന്നവർക്ക് മുൻഗണന എന്നുള്ളത് നിയമത്തിൽ തന്നെ പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കയറ്റം കയറി വരുന്ന വാഹനങ്ങളെ കടന്നു പോകാൻ അനുവദിച്ചുകൊണ്ട് ഇറക്കം ഇറങ്ങുന്നവർ ഒന്ന് ഒതുക്കി നിർത്തി
ശ്രദ്ധയോടെ വാഹനം ഓടിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ കയറ്റത്തിലും ഇറക്കത്തിലൊക്കെ വാഹനം പാർക്ക് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിക്കണം. നമ്മൾ വാഹനത്തിൽ ഇറങ്ങുമ്പോൾ വാഹനം ഉരുണ്ടു പോകാതിരിക്കാനും ഒരു അപകടം ഉണ്ടാകാതിരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ്. അതേപോലെ വാഹനത്തിന്റെ ടയർ കണ്ടീഷൻ, ബ്രേക്കിന്റെ കണ്ടീഷൻ, സസ്പെൻഷൻ ഇവയെല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യമാണ് വാഹനത്തിന്റെ പരിധിയിൽ കൂടുതൽ ലോഡ് കയറ്റുക എന്നുള്ളത്. ഒരു വാഹനം ഡിസൈൻ ചെയ്യുമ്പോൾ ആ വാഹനത്തിന് പരമാവധി വഹിക്കാവുന്ന ശേഷിക്കനുസരിച്ചിട്ടുള്ള ഒരു ബ്രേക്കിംഗ് കപ്പാസിറ്റി ആ വാഹനത്തിനുണ്ടാവും. ഈ ബ്രേക്കിംഗ് കപ്പാസിറ്റിയിൽ കൂടുതൽ ഉള്ള ഭാരം വാഹനത്തിൽ കയറ്റുന്നതും വാഹനത്തിന്റെ ബ്രേക്ക് കുറയുന്നതിന് മറ്റൊരു കാരണമാകുകയും അതേപോലെ വാഹനത്തിനുണ്ടാകുന്ന അമിതമായ ഓൾട്ടറേഷനുകൾ വാഹനത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയെ ബാധിക്കാനും വാഹനം മറിയാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊരു ഘടകം തന്നെയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ വാഹനം ഓടിക്കുന്ന അതേപോലെ തന്നെ മഴയുള്ളപ്പോഴും കോടയുള്ളപ്പോഴും ഒന്നും ഓടിക്കാൻ പാടില്ല. വളരെ വേഗത കുറച്ച് ശ്രദ്ധയോടെ മുന്നിൽ അപകടം വന്നേക്കാം എന്നുള്ള ആ ഒരു ധാരണയോടെ തന്നെ വേണം വാഹനം ഓടിക്കാനായിട്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഹസാർഡ് അനലിസ്റ്റ് പ്രേം ജി പ്രകാശ്. നയനമനോഹരമായ കാഴ്ചകളും സുഖകരമായ കാലാവസ്ഥയും മലയോര മേഖലകളെ സഞ്ചാരികൾക്ക് എന്നും പ്രിയങ്കരമാക്കുന്നു. എന്നാൽ ഏറെ അപകട സാധ്യതകൾ നിറഞ്ഞതുകൂടിയാണ് ഇത്തരം പ്രദേശങ്ങൾ. ഹെയർപിൻ വളവുകളും കൊക്കകളും നിറഞ്ഞ പാതകൾ മുതൽ കാലാവസ്ഥയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ വരെ ഇവിടങ്ങളിൽ വലിയ അപകടങ്ങൾക്ക് വഴിവെച്ചേക്കാം. ചിരിച്ചുല്ലസിച്ച് യാത്ര പോയ ഒരു സംഘത്തിലെ 10 പേരാണ് വാൽപ്പാറയിൽ വാൻ താഴ്ചയിലേക്ക് പതിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്. മലയോര മേഖലയിലെ പാതകളിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ പതിവാണ്. പരിചയമില്ലാത്തതും വളവുകളും തിരിവുകളും നിറഞ്ഞതുമായ റോഡുകളിൽ കൂടി അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നതും അശ്രദ്ധയുമാണ് മിക്ക അപകടങ്ങൾക്കും കാരണം. കുത്തനെ ചെരിവുള്ള മലമ്പാതകളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടുന്നത് സാധാരണമാണ്. ഇങ്ങനെ കാഴ്ച മറയുന്നത് മൂലം അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും വനങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ കരുതിയിരിക്കേണ്ട അപകട സാധ്യതയാണ്. റോഡുകളിൽ നൽകിയിരിക്കുന്ന അപകട മുന്നറിയിപ്പുകളും വനം വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളും യാത്രക്കാരും വാഹന ഡ്രൈവർമാരും ഉറപ്പായും പാലിക്കണം. യാത്രയുടെ ഭാഗമായി എത്തിച്ചേരുന്ന പരിചിതമല്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ അപകടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ട്രക്കിങ്ങിനായി വനത്തിനുള്ളിൽ പോകുന്നവർക്ക് കാട്ടുതീ, വന്യമൃഗ ആക്രമണം, പാറക്കൂട്ടങ്ങളിൽ നിന്നും മറ്റുമുള്ള വീഴ്ചകൾ, കൂട്ടം തെറ്റി വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ടു പോകൽ തുടങ്ങിയ അപകട സാധ്യതകളെപ്പറ്റി ധാരണയുണ്ടായിരിക്കണം. പ്രകൃതിജന്യമായ അപകട സാധ്യതകളും മലയോര മേഖലകളിൽ കുറവല്ല. ഇപ്പോൾ വേനൽക്കാലമാണ്. ഉയരം കൂടിയ മലമ്പ്രദേശങ്ങളിൽ പൊതുവെ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്താറുണ്ട്. ആയതിനാൽ തന്നെ ദീർഘനേരം നേരിട്ട് വെയിലേൽക്കുന്നത് സൂര്യാതപത്തിനും ചർമ്മരോഗങ്ങൾക്കും കാരണമായേക്കാം. അതുപോലെ തന്നെ വേനൽ മഴയ്ക്കൊപ്പമുള്ള ശക്തമായ കാറ്റും ഇടിമിന്നലും വളരെ അപകടകാരികളാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 3 തൊടുപുഴയ്ക്കടുത്ത് ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന ഉറവപ്പാറ എന്ന സ്ഥലത്ത് വേനൽ മഴയ്ക്കൊപ്പം പെട്ടെന്നുണ്ടായ ഇടിമിന്നലേറ്റ് 12 വയസ്സുള്ള പെൺകുട്ടി മരണപ്പെട്ടത്. മൺസൂൺ മഴക്കാലം തുടങ്ങുന്നതോടുകൂടി മലയോര മേഖലകളിലെ അപകട സാധ്യതകൾ വർദ്ധിക്കും. നേരത്തെ സൂചിപ്പിച്ച അപകടങ്ങൾ കൂടാതെ മഴ പെയ്ത റോഡിൽ വാഹനം തെന്നി മാറുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. ശക്തമായ മഴയിൽ റോഡുകളിലേക്ക് മണ്ണിടിഞ്ഞും മലവെള്ളം കുത്തിയൊലിച്ചും അപകടങ്ങളുണ്ടാകാം. ശക്തമായ മഴയുള്ളപ്പോൾ യാത്ര ഒഴിവാക്കുകയോ സുരക്ഷിതമായ സ്ഥലത്ത് വാഹനം നിർത്തിയിടുകയോ ചെയ്യുക. കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിക്കുന്ന ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യുക വഴി ഇത്തരം ദുരന്തങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കാനാകും. ഡ്രൈവിംഗ് പരിശീലകനായ പ്രവീൺ. ഡ്രൈവിംഗിന്റെ അല്ലെങ്കിൽ വാഹനത്തിന്റെ നിയന്ത്രണത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് ബ്രേക്കിംഗ്. നമ്മുടെ വാഹനങ്ങളിൽ ഒരു ബ്രേക്കിംഗ് സംവിധാനം മാത്രമാണ് സാധാരണ ഡ്രൈവർമാർ ഉപയോഗിക്കുന്നത്, മെക്കാനിക്കൽ ബ്രേക്കിംഗ് സിസ്റ്റം. പക്ഷേ ഇതല്ലാണ്ട് ഒരു ബ്രേക്കിംഗ് സിസ്റ്റം കൂടെ ഉണ്ട്, എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറയും. അതായത് എൻജിൻ ഉപയോഗിച്ചുള്ള വാഹനത്തിന്റെ വീലിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന അവസ്ഥ. സാധാരണ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ബ്രേക്ക് പെഡലിൽ കൊടുക്കുന്ന പ്രഷർ വീലിന്റെ കറക്കത്തിനെ തടയുന്നു, പിടിച്ചു നിർത്തുന്നു. പക്ഷെ തുടർച്ചയായ ബ്രേക്കിംഗ് ഉപയോഗം ഈ ബ്രേക്കിംഗ് സിസ്റ്റത്തിന് ചൂടാവുകയും അതിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ഹൈ റേഞ്ചുകൾ ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ തുടർച്ചയായി ഇറങ്ങുമ്പോഴാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. സാധാരണ നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുമ്പോഴും അതിൽ ഹീറ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷെ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ അതിന് ആ യൂണിറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം ആവുമ്പോഴാണ് ബ്രേക്ക് സിസ്റ്റം തകരാറിലാവുകയും അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അപകടം ഒഴിവാക്കാൻ ഡ്രൈവർമാർ ചെയ്യേണ്ടത് തുടർച്ചയായ ബ്രേക്കിന്റെ ഉപയോഗം ഒഴിവാക്കിയിട്ട് അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം ബ്രേക്ക് ഉപയോഗിക്കുകയും സാധാരണ ഇറക്കം നിയന്ത്രിക്കാൻ, അതിന്റെ സ്പീഡ് നിയന്ത്രിക്കാനായിട്ട് പവറുള്ള ഗിയറിൽ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. 3rd, 4th പോലുള്ള ഗിയറുകളിൽ ഓടിക്കാണ്ട്
ഫസ്റ്റ്, സെക്കൻഡ് പോലുള്ള ഗിയറുകളിൽ ഓടിച്ചാൽ ബ്രേക്കിന്റെ ഉപയോഗം നമുക്ക് പരമാവധി കുറയ്ക്കാൻ സാധിക്കും. ഇന്ധനം ലാഭിക്കാനും വളരെ പെട്ടെന്ന് എത്താനും വേണ്ടിയാണ് പല ഡ്രൈവർമാരും ഇങ്ങനെ ചെയ്യുന്നത്. ചെറിയൊരു ഇന്ധന ലാഭവും സമയലാഭവും നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയേക്കാം. അതുകൊണ്ട് സേഫായി വേഗത കുറച്ച് പവറുള്ള ഗിയറിൽ തന്നെ ഇറക്കമിറങ്ങാൻ ശ്രദ്ധിക്കുക. അപകട സാധ്യത കുറയ്ക്കാൻ നമ്മൾ തന്നെയാണ് മുന്നിട്ടിറങ്ങേണ്ടത്. പ്രകൃതിയുടെ മനോഹാരിത അനുഭവിക്കാൻ നാം പോകുന്ന യാത്രകൾ സന്തോഷകരമായ ഓർമ്മകളാകണം, ദുരന്തങ്ങളാകരുത്. അടുത്തിടെ നടന്ന അപകടങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടങ്ങൾക്ക് കാരണമാകാം എന്നതാണ്. യാത്രയ്ക്ക് മുമ്പ് വാഹനം കൃത്യമായി സർവീസ് ചെയ്യുകയും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. അനധികൃത ടൂറിസം കേന്ദ്രങ്ങൾ ഒഴിവാക്കി അംഗീകൃത സംവിധാനങ്ങൾ മാത്രം തെരഞ്ഞെടുക്കണം. കുട്ടികളും മുതിർന്നവരും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കണം. പ്രകൃതിയെ മലിനമാക്കാതെ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കാതെ നമുക്ക് ഉത്തരവാദിത്തമുള്ള സഞ്ചാരികളാകാം.